ഹലോ ഫ്രണ്ട്സ്, ടെക് ന്യൂസ് ഫോർ യു ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഈ ചാനലിൽ കയറുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിടുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോഴും തന്നെ നിങ്ങൾക്ക് അതിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ തന്നെ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയി, ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര പോയി, അവിടെ ചെന്നപ്പോൾ ഒരു ബോർഡ് എഴുതിയേക്കുന്നത് തമിഴിലാണ്. ബോർഡ് എഴുതിയേക്കുന്നത് നിങ്ങൾക്കത് വായിക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തമിഴ് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾക്ക് ആ ബോർഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ കാണണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി ജസ്റ്റ് കാണിച്ചാൽ മാത്രം മതി, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ബുക്കിലെ ഒരു പേജിൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ വന്നേക്കുന്ന ഒരു വാർത്ത നിങ്ങൾക്കതിൽ ആ ലെറ്റേഴ്സ് അതുപോലെ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് സ്കാൻ ചെയ്താൽ നമുക്ക് ആ വേർഡ്സ് മാത്രമായിട്ട് സ്കാൻ ചെയ്ത് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കുറേ ഉപയോഗങ്ങളുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ആപ്ലിക്കേഷൻ ഓണാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഗൂഗിൾ ലെൻസിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഗൂഗിൾ ലെൻസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് അവിടെ ഞാൻ ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ടേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും ക്യാമറയുടെ, അതെല്ലാം ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ മുകളിൽ നമുക്കൊരു ഫ്ലാഷിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലാഷ് രാത്രിയാണെങ്കിൽ ഫ്ലാഷ് ഓണാക്കി കാണാം. അതല്ല എങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്നാണ് ഫോട്ടോസ് എന്തെങ്കിലും നോക്കേണ്ടെങ്കിൽ ഗാലറിയിൽ ഓപ്പൺ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണോ, അതോ ടെക്സ്റ്റ് കോപ്പി ചെയ്യാനാണോ, അതോ സെർച്ച് ചെയ്യാൻ ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ചെയ്യാനാണോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷോപ്പ് ചെയ്യാനാണോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാനാണോ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്, ഇതൊരു ഇംഗ്ലീഷ് ബുക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പേജ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചത് എങ്ങനെയാണ് നമുക്കതിൽ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ട്രാൻസ്ലേഷൻ്റെ ഓപ്ഷൻ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ആ ഇംഗ്ലീഷിൽ എഴുതിയിരുന്നെല്ലാം ഞാൻ മലയാളമാണ് കൊടുത്തേക്കുന്നത്, എല്ലാം മലയാളത്തിലാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ടെക്സ്റ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം. ട്രാൻസ്ലേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണ്. അതെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ സെർച്ച് ഓപ്ഷനിലാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്, അപ്പോൾ ഏതെങ്കിലും ഒരു വേർഡാണ് അല്ലെങ്കിൽ ഫുൾ നിങ്ങൾക്കൊരു പാരഗ്രാഫാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആ പാരഗ്രാഫ് മാത്രമായിട്ട് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം. അതല്ല ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ഇതെടുത്തിട്ട് നിങ്ങളിവിടെ, ഇപ്പം ഇതിൽ ഇംഗ്ലീഷാണ് നടക്കുന്നത്, ഞാൻ മലയാളമാക്കി കൊടുത്തു. അപ്പം നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷ് ഇവിടെ പാരഗ്രാഫ് മേളിൽ കിടപ്പുണ്ട്, അതിൻ്റെ മലയാളമായിട്ട് താഴെ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണാൻ പറ്റും. ഓക്കെ, ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അതിൽ സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ നിങ്ങൾക്കിപ്പം പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു ബുക്സ് അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ഇൻ്റർഫേസ് ഈ ഒരു കാണുന്നൊരു പിക്ചറിൻ്റെ നമുക്കത് പർച്ചേസിങ്ങിൻ്റെ ഓപ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പം അതുമായിട്ട് അനുബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കതിൽ വരുന്നതായിരിക്കും. ഓക്കെ, കണ്ടോ, ഞാൻ ആ ബുക്കിൻ്റെ സെലക്ട് ചെയ്തപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ബുക്കിൻ്റെ ഡീറ്റെയിൽസ് അതിൽ വേറെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ ലാംഗ്വേജാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹിന്ദി ബുക്കുണ്ട്, ഈ ഹിന്ദി ബുക്കിലാണ് നോക്കുന്നതെങ്കിൽ ഹിന്ദി നമുക്ക് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഹിന്ദിയോ കാണാം. അപ്പോൾ ഞാൻ ഹിന്ദിയിലൊരു ബുക്ക് എടുത്തു. ഓക്കെ, സെലക്ട് ചെയ്തു. ഞാൻ ഒരു പാരഗ്രാഫ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാണ്. ഓക്കെ,
പാരഗ്രാഫ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ട്രാൻസ്ലേഷൻ ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കതിൽ ഇംഗ്ലീഷാണ് വന്നേക്കുന്നത്, അത് നമുക്ക് മലയാളത്തിലാണ് ആക്കേണ്ടെങ്കിൽ മലയാളം കൊടുക്കുക. അപ്പം കണ്ടോ, ഹിന്ദി മേളിലുണ്ട്, മലയാളം താഴെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോയി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് ഭാഷ അറിയില്ല, അവിടുത്തെ ബോർഡ് നെയിം ബോർഡ്സ് വായിക്കാനോ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അത് വായിക്കാനോ ഒന്നും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്കിത് പിന്നെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്രത്യേകം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ആണെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്ത് നമുക്ക് റൂട്ട് മാപ്പ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പർച്ചേസ് ചെയ്യാൻ, ഇപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുന്ന ഒരു വാച്ച് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ആ വാച്ച് ജസ്റ്റ് ഇതുപോലെ സ്കാൻ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഈ പർച്ചേസിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് സ്കാൻ ചെയ്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ വാച്ചിൻ്റെ ഇത് നിങ്ങൾക്ക് ഇതിൽ പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻ, ഇതിപ്പോൾ ആമസോണിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്, പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ കാണിച്ചു വരും. അപ്പോൾ അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലം അറിയുന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം മാത്രമായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഈ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, അറിഞ്ഞുകൂടാത്തവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ ലിങ്ക് നിങ്ങൾ ഇത് കോപ്പി ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മതി. അവരെൻ്റെ വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ കയറി കാണട്ടെ. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടും, എനിക്ക് ഉപകാരപ്പെടും. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.